ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി വീശി ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതു മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതു മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, ആത്മാവിലാരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഹല്ലേലൂയ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നമുക്ക് ഈശോയെ ശ്രദ്ധയോടെ ഒന്ന് നോക്കാം, ഉറ്റുനോക്കാം. ഈശോ നമ്മളെ നോക്കുന്നു. ഈശോ പറയാണ്, ഇത് ഞാനാണ്, എൻ്റെ ശരീരവും രക്തവുമാണ്, എൻ്റെ ആത്മാവും എൻ്റെ സ്വഭാവവുമാണ്. ഇത് ഞാൻ തന്നെ. ഞാൻ മൂശയോട് പറഞ്ഞതുപോലെ നിന്നോടും പറയുന്നു, ഞാൻ ആകുന്നവൻ ആണ്. ഐ ആം ഹൂ ആം. ഞാൻ സത്യമായും നിൻ്റെ ജീവനാണ്, സത്യമായും നിൻ്റെ വഴിയാണ്, സത്യമായും നിൻ്റെ രക്ഷകനാണ്, എല്ലാമാണ്. നിൻ്റെ കുറവുകൾ ഓരോന്നും നീ കാണും, അവിടെ ഞാൻ വരുന്നു. ഒരു വിഷയം നിനക്ക് ശാരീരിക ബലഹീനതയാണ്, ഞാനാണ് നിൻ്റെ ആരോഗ്യം. മനസ്സിൻ്റെ ദുർബലതയായിരിക്കാം, ക്ഷിപ്രകോപം, പെട്ടെന്ന് അരിശം വരുന്ന സ്വഭാവം, മറ്റുള്ളവരെ തിന്മയായി സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ആയിരിക്കാം, കള്ളം പറയുന്ന സ്വഭാവമായിരിക്കാം. ഈശോ നിന്നിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ സത്യമാകുന്നു, ഞാൻ സത്യം പറയുന്നവനാകുന്നു, സത്യം പ്രവർത്തിക്കുന്നവനാകുന്നു. പക്ഷെ നിൻ്റെ ആത്മാവിൻ്റെ പരിക്ഷയമായിരിക്കാം, പ്രാർത്ഥിക്കാൻ ആവുന്നില്ല, പ്രാർത്ഥിക്കാനുള്ള ഏകാഗ്രതയില്ല. പലപ്പോഴും മറവി വരുന്നു. പ്രാർത്ഥിക്കുന്ന സമയം പോലും ഞാൻ മറന്നു പോകുന്നു, പള്ളിയിൽ പോകുന്ന കാര്യം പോലും വിട്ടുപോകുന്നു. ഈശോ പറയുന്നു, ഞാനാണ് നിൻ്റെ ബുദ്ധി, ഞാനാണ് നിൻ്റെ ഓർമ്മ, ഞാനാണ് നിന്നിൽ, ഞാൻ നിന്നിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്നിൽ ജീവിക്കുന്നു. മകനെ മകളെ, ഞാൻ ദൈവമാകുന്നു. ആ കർത്താവിൽ വിശ്വസിക്കാം. ജ്ഞാനസ്ഥാനത്തിലൂടെ കിട്ടിയ ആ ഈശോയുടെ ജീവൻ നമ്മൾ കുടികൊള്ളുന്ന ബോധ്യമുണ്ടായിരിക്കട്ടെ. ഈശോ ഒരിക്കൽ യഹൂദരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവനെ എതിർത്ത യഹൂദരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പിശാചിൻ്റെ സന്തതികളാണ് എന്ന്.
അവർക്കേറെ വേദനയുണ്ടായി. ഒരു പക്ഷേ എന്നെയോ നിന്നെയോ നോക്കി ഈശോ അത് പറയുന്നുണ്ടോ? നീ പിശാചിൻ്റെ സന്തതിയാണെന്ന്. അതിന് കാരണം എന്താണ്? അവർ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുവാൻ ഉള്ളിൽ നനച്ചു. നാമും പാപം ചെയ്യുവാൻ നനയ്ക്കുമ്പോൾ, പാപം നമ്മളിൽ കുടികൊള്ളുമ്പോൾ നമ്മൾ പിശാചിൻ്റെ സന്തതികളാണ്. ഒരുപക്ഷെ ജ്ഞാനസ്ഥാനത്തിലൂടെ ദൈവത്തെ അപ്പച്ച പിതാവേ എന്ന് വിളിക്കുന്ന മക്കളെന്ന് പറയപ്പെടുന്നുവെങ്കിലും നമുക്ക് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കാം. മക്കളെ, നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ പിശാചിൻ്റെ മകനാണോ മകളാണ്? അതോ എൻ്റെ ദൈവത്തിൻ്റെ മകനും മകളുമാണ്? നാം കേട്ടുകഴിഞ്ഞു ദൈവവചനം. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ, യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ പിശാചിൻ്റെ അടിമയല്ല, പിശാചിൻ്റെ മകനോ മകളോ അല്ല എന്ന്. ഇവിടെയാണ് അനുതാപത്തിൻ്റെ ആവശ്യം. അനുതാപം എന്ന് പറയുന്ന കുറെ കണ്ണീരൊഴുക്കുന്നോ കുമ്പസാരിക്കുന്നൊന്നുമല്ല, അതിലൊക്കെ ആഴത്തിലുള്ള മക്കളെ ആ പിശാചിൻ്റെ സാന്നിധ്യം, പിശാചിനെയും അവൻ്റെ പ്രവർത്തികളെയും ഉപേക്ഷിക്കുന്നുവെന്ന ജ്ഞാനസ്ഥാനത്തിൽ പറഞ്ഞത് വീണ്ടും വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പിശാചിനെ ഒഴിവാക്കുന്നത്, ശാസിച്ചോടിക്കുന്നത്, വേദപാഠം പറയുന്ന പോലെ ജ്ഞാനസ്ഥാനത്തിലൂടെ ഉത്ഭവപാപം മോചിപ്പിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൂടാശ ജീവിതത്തിലൂടെയൊക്കെ, കൗരാശിക ജീവിതത്തിലൂടെ അതിനെ അതിജീവിക്കണം. മക്കളെ, കൃപയിലൂടെ നമ്മൾ യുദ്ധം ചെയ്യണം. നമുക്ക് നമ്മളിലേക്ക് നോക്കി നമ്മളെ തന്നെ അർപ്പിക്കാം. ഒരുപക്ഷെ നമ്മൾ പിശാചിൻ്റെ മക്കൾ തന്നെ ആയിരിക്കാം. അത് നമ്മൾ കുമ്പസാരിക്കുന്നുണ്ടായിരിക്കാം, പള്ളി വരുന്നുണ്ട്, കാരിശ്വാനി വരുന്നുണ്ട്. എങ്കിലും എൻ്റെ കോപം, എൻ്റെ അഹങ്കാരം, എൻ്റെ സ്വാർത്ഥത, എൻ്റെ തന്നിഷ്ടം, എൻ്റെ ഇഷ്ടം നടക്കണം. എൻ്റെ ഭർത്താവ് പറയുന്നത് കേൾക്കാൻ ഞാനാരാ? എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ ഞാനാരാ? ഈ അച്ഛന്മാരും മത്താന്മാരും പറയുന്നത് കേൾക്കാൻ ഞാനാരാ? എനിക്കെൻ്റെ വ്യക്തിത്വമുണ്ട്, ഞാനാകുന്നു. അതായിരിക്കും എന്നിൽ ഭരിക്കുന്നത്. എന്നെ ഭരിക്കുന്നത് ഞാനായിരിക്കും. അതാണ് എന്തിലുള്ള പിശാച്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒന്നാണ്. മക്കളും കൂടി കൂടുന്ന ഞങ്ങളൊരു കുടുംബമാണ്. സഭയൊന്നാണ്. ഞാനും അച്ഛന്മാരും കന്യാസ്ത്രീകളെല്ലാം കൂടി ചേർന്നാണ് സഭ. ആ ചിന്ത എനിക്കില്ല. ഞാൻ മറ്റുള്ളവർക്ക് ദുർവിധി ചെയ്യുന്നു, മറ്റുള്ളവരെ തിന്മയായി നനയ്ക്കുന്നു, പറയുന്നു. എൻ്റെ ഈശോയെ, അത് എനിക്ക് എൻ്റെ അങ്ങയുടെ പിതാവിൻ്റെ മകനാണ്, മോളാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നെ തിന്മ കൊടികൊള്ളുന്നു. അരിശും ദേഷ്യവും പകയും മാത്രമല്ല, ലോകത്തോടുള്ള അടുപ്പം, ലോകത്തെ സ്വന്തമാക്കൽ, അങ്ങനെ സ്വന്തമാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പണയിച്ച കിടക്കുന്നു, ധനയിച്ച, പണമുണ്ടാക്കണം. എങ്ങനെയായാലും വക്രതയിലൂടെ ആയാലും കള്ളക്കടത്തായാലും കള്ളം പറഞ്ഞായാലും എന്തേ നുണയെ എൻ്റെ കർത്താവ് ഞാൻ പറയുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ പറയുന്ന നനയ്ക്കുന്ന നുണ ഓർത്താൽ എത്ര അത് പിശാചിൻ്റെ സ്വഭാവമാണല്ലോ. ഈശോ അങ്ങ് സത്യസന്ധനാണ്. ഞാൻ സത്യത്തിൽ ആയിരിക്കാത്തോളം കാലം അങ്ങനെ സ്വഭാവം എനിക്കുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ കർത്താവേ, നുണ പറച്ചിൽ നിന്ന്, നുണ ഉള്ള കള്ളത്തരത്തിൻ്റെ ജീവിതത്തിൽ നിന്നെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോ. എത്രയോ തവണ അച്ഛന്മാർ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ജ്ഞാനസ്ഥാനം മുതൽ എത്രയോ കൈസ്മാര ധ്യാനത്തിൽ വെച്ച അച്ഛന്മാർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകി. ഞാനത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എൻ്റെ കർത്താവ്. എന്നാൽ ഞാൻ ആത്മാവിനനുസൃതമായി ജീവിച്ചില്ല. ഇപ്പോഴും എൻ്റെ ശക്തി കള്ളിലാണ്, കഞ്ചാവിലാണ്, പുകയിലാണ്. എൻ്റെ കർത്താവ്, അത് പലപ്പോഴൊക്കെ മയക്കുമരുന്നെടുത്താലേ എനിക്ക് ശക്തിയുള്ളൂ. അപ്രകാരം ഞാൻ തിന്മയ്ക്ക് വശംവദയായിരിക്കുന്നു. രണ്ട് തെറി പറഞ്ഞില്ലെങ്കിൽ, രണ്ട് ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. എൻ്റെ കർത്താവ്, അപ്രകാരം ഞാൻ തിന്മയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ അവയവങ്ങളിൽ തിന്മ പ്രവർത്തിക്കുന്ന കർത്താവ് എൻ്റെ ഹൃദയത്തിലും പ്രവർത്തിക്കുന്നു. എനിക്കവരെ ഉപേക്ഷിക്കണം. അത് പൂർണ്ണമായി ഇപ്പം മാത്രമല്ല, എന്നും എപ്പോഴും എൻ്റെ ഈശോ ഞങ്ങളുടെ ആത്മാവിൽ എനിക്ക് നയിക്കപ്പെടണം. ഓ നാഥ, അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ദൈവത്തിൻ്റെ മകനാക്കണമേ, മകളാക്കണമേ. ആ ദൈവ സ്വഭാവം എനിക്ക് തരണമേ. അതാണല്ലോ യേശുവിൻ്റെ സ്വഭാവം. സ്നേഹം, സമാധാനം, സന്തോഷം, ക്ഷമ, കാരുണ്യം, നന്മ, ആത്മസംയമനം, കരുണ, ഇതെല്ലാം തരൂ എൻ്റെ കർത്താവേ. ഞാൻ വേറൊരു ക്രിസ്തുവായ ലോകത്തിലായിത്തീരണം. എങ്കിലേ ക്രിസ്ത്യാനിയാകൂ. യേശുവേ, സഹായിക്കൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. ഏലി, മറിയ, അല്ലെങ്കിൽ ചാക്കോ, തൊമ്മൻ എന്നൊക്കെ എനിക്ക് പേരുണ്ടെങ്കിലും
എൻ്റെ ഈശോ, പേരിന് മാത്രം ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ വൈദികനാണെന്ന് പറഞ്ഞ് ലോഹയെ കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഈശോ, ഞാൻ എന്നിലേക്ക് നോക്കുകയാണ്. ഞാനൊരു അഭിഷിക്ത വൈദികനാണോ? അങ്ങയുടെ ആത്മാവിൻ പ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? കർത്താവേ, നിത്യജീവനെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടോ? എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ ആത്മശോധന ചെയ്യുന്നു. നാഥ, ഈ നിമിഷം എന്നെ സമർപ്പിക്കുന്നു. എന്നിൽ അങ്ങ് തന്നെ വാഴണമേ, എൻ്റെ അവയവങ്ങളിൽ അങ്ങ് വാഴണമേ, അങ്ങയുടെ ശക്തി വാഴണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, വരൂ വരൂ. ഒരു യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ ജീവിത വ്യതിയാനം ഞങ്ങൾക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് വേണം. നമുക്ക് വരാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക്. അടുത്ത് വരൂ മക്കളെ, അത്താരയിലാണ് ഈശോ ഇരിക്കുന്നത്. അടുത്തേക്ക് വരൂ. ആത്മാവിൽ അവിടുത്തെ സമീപത്ത് വന്ന് നിന്നെ സമർപ്പിക്കൂ. നിന്റെ കയ്യും കാലും നിന്റെ ഹൃദയവും മനസ്സും. നമുക്കെല്ലാം അറിയാവുന്ന ഗാനമുണ്ടല്ലോ, സർവരും യേശുനാഥനായി എന്ന ഗാനം. നമുക്ക് വെറുതെ പള്ളി പാടുന്ന പോലെ പാടാതെ ആത്മാർത്ഥമായ ഓരോ വാക്കും മനസ്സിലാക്കിക്കൊണ്ട് അതെ പാടുക. പാടുന്ന മാത്രം പോരാ, കൂടുതലായിട്ടും നിന്റെ ഓരോ അവയവങ്ങളെയും, നിന്റെ ഓരോ ശരീരത്തിൻ്റെ അണുക്കളെയും, ഓരോ മോളിക്യൂൾസും, ഓരോ അവയവങ്ങളുടെ ഭാഗങ്ങളെയും സമർപ്പിക്കുന്ന ഒരു പരിശുദ്ധ നിമിഷമായിരിക്കട്ടെ. അത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ മക്കളെ പാടുന്നത്. അത് ഗാനാലപം അങ്ങനെ ഒരു വശത്ത് നടന്നാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് സങ്കീർത്തനം, ഗാനം ഞാൻ ആലപിക്കണം. സർവവും യേശുനാഥനായി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും. കൈയുയർത്തി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ചേർത്ത് വെച്ച് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ജീവനും എൻ്റെ സ്നേഹവും നീ എനിക്കു തന്നതൊക്കെയും. കൈയുയർത്തി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും നീ എനിക്കു തന്നതൊക്കെയും. കൈയുയർത്തി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കൈകൾമാരോട് ചേർത്ത് വെച്ച് എൻ്റെ ഹൃത്തടം എൻ്റെ മാനസം നീ എനിക്കു തന്നതൊക്കെയും. കൈകെട്ടി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ഇച്ഛയും എൻ പ്രതീക്ഷയും നീ എനിക്കു തന്നതൊക്കെയും. കൈകെട്ടി. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കൈകൾമാരോട് ചേർത്ത് എൻ്റെ ശക്തിയും എൻ്റെ സിദ്ധിയും നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ സൗഖ്യവും എൻ്റെ രോഗവും നീ എനിക്കു തന്നതൊക്കെയും. സർവവും
യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ദുഃഖവും എന്റെ മോദവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആശയും എൻ നിരാശയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ കൈകളും എന്റെ കാലുകളും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ കാലുകൾ എന്റെ കണ്ണുകൾ നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ വികാരവും എൻ വിചാരവും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ നാവുകൾ എൻ അധരങ്ങൾ നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ആദിയും എന്റെ വ്യാധിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എന്റെ ദേഹവും എന്റെ ദേഹിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. കണ്ണുകൾ അടച്ച് കൈകൾ മാറോട് ചേർത്ത് വെച്ച് നിന്നിൽ അർപ്പിക്കാനുള്ളതെല്ലാം അർപ്പിക്കൂ മക്കളെ. നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഈ പാട്ടിൽ വിട്ടുപോയെ കൂട്ടിച്ചേർത്ത് നിങ്ങൾ ഉള്ളുകൊണ്ട് പാടും. നിന്റെ തൊണ്ടയും നിന്റെ സ്വരവും നിന്റെ ചങ്കും കരളും നിന്റെ ഹാർട്ട് നിന്റെ ലിവർ, അത് ശ്വാസകോശങ്ങൾ, നിന്റെ വയറ്, ചെറുകുടൽ, വൻകുടൽ, നിന്റെ ലൈംഗിക അവയവങ്ങൾ, നിന്റെ ശരീരത്തിലെ മുഴുവൻ ഭാഗവും, ഓരോ ഞരമ്പുകളും മാംസപേശികളും അസ്ഥികളും രക്തക്കുഴലുകളും ശരീരത്തിൻ്റെ ഓരോ അണുക്കളും തലമുടി മുതൽ നഖം വരെയുള്ള ഓരോന്നും സമർപ്പിക്കൂ. അതിനെ ചുറ്റിപ്പറ്റിയുള്ള നിനക്ക് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങളുണ്ടോ സമർപ്പിക്കൂ മക്കളെ. പുരുഷ ഹൃദയം മുഴുവനായിട്ട് കൊടുക്കൂ, കാണിച്ചു കൊടുക്കൂ. ഹൃദയം ഒന്ന് തുറന്ന് ഒന്ന് മുറിച്ച് മക്കളെ. അവിടെ അഹങ്കാരമായിരിക്കാം, സ്വാർത്ഥതയായിരിക്കാം, മറ്റുള്ള വെറുപ്പ്, അപ്പനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, ഭാര്യയോടോ ഭർത്താവിനോട് അകൽച്ചയോ വെറുപ്പോ, വൈദികരോട് സഭയോടുള്ള വെറുപ്പ് ഒക്കെ കാണും. ഒന്നും മറച്ചു വെക്കരുത് മക്കളെ. തുറക്കൂ തുറക്കൂ തുറക്കൂ. ഈശോയ്ക്ക് ഒന്ന് അനുവദിച്ച് തുറക്കാനായിട്ട്. ഈശോ ഒരു ശസ്ത്രക്രിയ, ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് നിൻ്റെ ഹൃദയത്തിൽ ആ യേശുക്കൾ പ്രവാചകനിലൂടെ പറഞ്ഞുപോലെ ഞാൻ നിൻ്റെ ഹൃദയം മുറിക്കും, ഞാൻ വെള്ളമൊഴിച്ച് കഴുകും, ജീവൻ നൽകുമെന്ന്. എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയം മുറിക്കൂ. ഞങ്ങൾ ആ മുറിവിന് വിധേയപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. വേദനയാണ് കർത്താവ്. ആ വേദനയെ അങ്ങേക്ക് അർപ്പിക്കേണ്ട കർത്താവ്. ഞങ്ങളെ ദുശീലം മുറിച്ച് കളയട്ടെ കർത്താവ്. പുകവലിക്കുന്ന ദുശീലം, കള്ളു കുടിക്കുന്ന ദുശീലം, സ്വയം ഭോഗം ചെയ്യുന്ന ദുശീലം, എപ്പോഴും നിഴൽ ചിത്രങ്ങൾ ഞങ്ങൾ കാണുന്നു. പടത്തിലൂടെ നോക്കി, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ നോക്കിക്കൊണ്ട്
ഓ നാഥ, അതിലൂടെ ഞങ്ങൾ പാപം ചെയ്തു ഒരു ചിന്ത കൊണ്ട് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, ഹൃദയം കൊണ്ട് പാപം ചെയ്താൽ വലിയ പാപമാണ്. സ്ത്രീയെ കാമാസക്തിയോടെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തുകൊണ്ട് കർത്താവേ ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ടില്ല പാപമൊന്നും. ഞങ്ങൾ പലപ്പോഴും വ്യഭിചാരം ചെയ്തവരാണ് നാഥ. നാഥ അനുഭവിക്കുന്നു. അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഈ ഓപ്പറേഷനിലൂടെ ഞങ്ങളെ സുഖമാക്കൂ. ഈശോയെ ഞങ്ങൾ വെട്ടി മാറ്റിക്കളയൂ. ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചതാണ് ഇതെല്ലാം. ചെറുപ്പത്തിലെ കൂട്ടുകാരിൽ നിന്ന് പഠിച്ചു സ്വയം ഭോഗം ചെയ്യാൻ ഇപ്പോഴും അടിമപ്പെട്ടിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചു, മക്കളുമുണ്ട്. എൻ്റെ ഭാര്യയുമായിട്ട് ശയിക്കുമ്പോൾ എനിക്ക് നാണം തോന്നുന്നു, ദൈവമേ ഞാനിങ്ങനെയാണല്ലോ എന്ന്. ഞാൻ പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ഞാനൊരു വൈദികനായിട്ടും ഇതിൽ നിന്ന് മോചനമായിട്ടില്ലോ എന്ന് ഓർക്കുമ്പോൾ വേദനയാണ് ഈശോയെ. ഇപ്പോൾ മുറിച്ച് കളയും ആ വേദന. അങ്ങേ മുറിവിനോട് ഞാൻ ചേർത്ത് വെക്കുന്ന ഈശോയെ. ഈ ലോകത്തുള്ള മൈത്രി, അങ്ങനെയുള്ള ശത്രുതയാണല്ലോ. ഞങ്ങൾക്ക് ഈ ഒത്തിരി മൈത്രി ഉണ്ട് കർത്താവേ. ഈ ലോകത്തിലെ പണം ഉണ്ടാക്കണം, എങ്ങനെയും ഈ ലോകത്ത് വലിയ കാര്യമായിട്ട് ചെയ്യണം, വലിയ പരപണിയണം, അതിൽ വലിയ കാറ് മേടിക്കണം, സുന്ദരമായി ജീവിക്കണം, ആഡംബരത്തോടെ ജീവിക്കുന്നതെല്ലാം കിടക്കുന്ന കർത്താവേ. ഇതെല്ലാം പോകും, ഒരു നിമിഷം മതി, ഈ രാത്രി മതി. അങ്ങ് വിളിച്ചാൽ അങ്ങയുടെ പക്കലേക്ക് ഞാൻ വരണം എൻ്റെ കർത്താവേ. ഈ നിമിഷം ആഡംബരാസക്തി എൻ്റെ ഹൃദയത്തിൽ നിന്ന് മുറിച്ചു മാറ്റു കർത്താവേ. പണത്തോളം നിരാസക്തി, ധനാസക്തി, ലാഭേച്ഛ, ഇതെല്ലാം എടുത്തു മാറ്റി എൻ്റെ കർത്താവേ. ജടികാസക്തികൾ കീഴ്പ്പെടുത്തുന്നു എന്നെ. അതുകൊണ്ട് ആത്മാവിൽ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ ഈശോയെ. ഈ നിമിഷം എൻ്റെ ഹൃദയത്തിൽ മുറിക്കാനുള്ളത് അങ്ങ് മുറിച്ചു കളയൂ എൻ്റെ കർത്താവേ. ഇതാ അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്നെ തുറന്ന് കാണിക്കുന്നു ഈശോയെ. ഈശോയെ, എൻ്റെ കള്ളം പറയുന്ന സ്വഭാവം ഒന്നിന് പറയാ. എൻ്റെ കള്ളം പറയുന്നു രാവിലെ ഒരു വൈകിട്ട് വരെ. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മാതാപിതാക്കളോട് കള്ളം പറയുന്നു. അച്ഛന്മാർ കള്ളം പറയുന്നു, കുമ്പസാരക്കുട്ടി പോലും. ഈശോയെ, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് കർത്താവേ. എനിക്ക് പിശാചിൻ്റെ സ്വഭാവമാണ്, എനിക്ക് വേണ്ട. മുറിച്ചു കളയൂ എൻ്റെ ഈശോയെ. ആ സ്വഭാവം മുറിച്ചു കളയൂ ഈശോയെ. ഈശോയെ, എനിക്ക് സത്യത്തിൽ ജീവിക്കണം, അങ്ങയുടെ വഴി ജീവിക്കണം. വഴിയും സത്യവും ജീവനുമാകുന്ന അങ്ങിൽ ജീവിക്കണം. അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓ നാഥ, ഓരോ അവയവങ്ങളെയും സമർപ്പിക്കുന്നു, ഓരോ ശ്വാസോച്ഛ്വാസത്തെയും അർപ്പിക്കുന്നു, മുഴുവനായിട്ട് അർപ്പിക്കുന്നു. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഈശോയെ, ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ സഹവൈദികരോട് ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. 5 ലക്ഷത്തിൽ പരം വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക വിദ്യാർത്ഥികളോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരോടുകൂടി പ്രവർത്തിക്കുന്ന ശുശ്രൂഷകളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാര്യക്ഷമയിലെ അച്ഛന്മാരോടും ശുശ്രൂഷയോടും ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ. മാത്രമല്ല ഈശോയെ, മണ്ണം മൂലം വേർപെട്ട ഓരോരുത്തരെയും മനസ്സിൽ കാണുന്നവരോട് കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾ കുഴിപ്പരിച്ചോടും അനുശോചനങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ. അതുപോലെ കണ്ണാത്ത ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളെ കാണുന്നു, അവരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ നിന്ന് മരണം പോലും വേർപെട്ട വിശുദ്ധരായ വൈദികരെ കാണുന്ന കർത്താവേ, അവരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ നാഥ, കടന്നു വരൂ. ഞങ്ങളുടെ പാറപ്പടവിലെ ചാക്കോച്ചനെ മനസ്സിൽ ഞാൻ കാണുന്ന കർത്താവേ. അതുപോലെ തന്നെ ആന്റണി മുക്കൻതോട്ടത്തിലെ കാണുന്ന കർത്താവേ. കുഴിപ്പരിച്ചിനെ മാത്രമല്ല, മറ്റേ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരായവരെ കാണുന്ന കർത്താവേ, അവരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് നാഥ, സ്വർഗം തുറക്കണമേ, ഹൃദയം തുറന്നിരിക്കുന്ന ഇവരിലേക്ക് ജീവൻ ഒഴുക്കണമേ, പരിശുദ്ധാത്മാവിനെ ഒഴുക്കണമേ. മുറിച്ചു കളയാനുള്ള ശക്തി കൊടുക്കൂ. ഓ മൈ ജീസസ്, ഇപ്പോൾ അങ്ങ് രക്തം ഒഴുകട്ടെ. ഇവർക്ക് വേണ്ടി ചിന്ത രക്തം ഒഴുകട്ടെ. അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, അങ്ങയുടെ രക്തം ഇവിടെ സംരംഭ്യമാണെന്ന്. ഈശോ, അങ്ങ് വിശ്വസിക്കുന്ന മക്കളിലേക്ക് രക്തം ഒഴുകട്ടെ. ഈ വരികൾ ഓരോരുത്തരും ചൊല്ലിയ കുർബാനയിൽ വന്ന രക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ. ഓ നാഥ, ഒരു കഴുകൽ നടക്കട്ടെ. ഇവിടെ ഹൃദയങ്ങളെ ആന്തരികരെ കഴുകു, ശുദ്ധീകരിക്കുക കർത്താവേ. മാലിന്യങ്ങൾ ഇല്ലാതായി പോകട്ടെ കർത്താവേ. യഥാർത്ഥ സ്വതന്ത്രരായി തീരട്ടെ. ഓ ദൈവത്തിന്റെ സ്വതന്ത്ര മക്കളാക്കൂ ജീസസ്. അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആ ചങ്ക് പൊട്ടിയ ചങ്കിലേക്ക് സമർപ്പിക്കുന്നു. ഇവർക്ക് വേണ്ടിയാണല്ലോ ചങ്ക് പൊട്ടിച്ചത് കർത്താവേ. ആ മുറിപ്പാടിലേക്ക് ഇവരുടെ ഹൃദയത്തിലെ മുറിപ്പാടുകൾ അർപ്പിക്കുന്നു കർത്താവേ. ഒത്തിരി മ്ലാനതയുള്ളവർ, സങ്കടമുള്ളവർ, ചിരിക്കാൻ പറ്റാത്തവരെ കാണുന്ന കർത്താവേ. ആ മ്ലാനതയെ കൊടുത്ത് മറ്റു കർത്താവ് അങ്ങനെ സന്തോഷിക്കാൻ കൃപ കൊടുക്കും കർത്താവേ. ഒത്തിരി ഭാരം വഹിക്കുന്നവരെ കാണുന്ന കർത്താവേ. സാമ്പത്തിക കടമായിരിക്കാം, മറ്റുള്ള വെറുപ്പിന്റെ ഭാരമായിരിക്കാം, ക്ഷമിക്കാൻ പറ്റുന്നില്ല, രമ്യപ്പെടാൻ പറ്റുന്നില്ല, ദുരഭിമാനം സമ്മതിക്കുന്നില്ല. ഈശോയെ, അങ്ങനെ രക്തത്തിന് ശക്തി കൊടുക്കൂ, കഴിവ്, ആന്തരിക വിശുദ്ധി കൊടുക്കൂ കർത്താവേ.
പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പല പല വിചാരങ്ങൾ വരുന്നു, ലൗകിക വിചാരങ്ങൾ വരുന്നു, ഏകാഗ്രതയില്ല. കർത്താവേ, അതിൽ നിന്നൊക്കെ വിടുവിക്കണമേ. ലോകമാണ് മനസ്സ്. ആ ലോകത്തിൽ നിന്നുള്ള വിടുതൽ കൊടുക്കൂ കർത്താവേ. ആത്മാവിനെ വിമോചിപ്പിക്കൂ. ഓ ദൈവ സ്വാതന്ത്ര്യം കൊടുക്കൂ, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. എൻ്റെ ഈശോയെ അങ്ങിലേക്ക് അർപ്പിക്കുന്നു. ആ തോമാശ്ലീഹ എപ്രകാരമാണോ മുറിവിൽ തൊട്ടെൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞതുപോലെ പറയാൻ എൻ്റെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങേ മുറിവിൽ നടുവിൽ തിരിച്ചോര ഒഴുകട്ടെ. ആ മുറിവിനെ തൊടട്ടെ. ഓ നാഥ, അങ്ങേ കുന്തത്താൽ കുത്തത്തിറക്കപ്പെട്ട ആ കുന്തം കൊണ്ട് ഇവിടെ ഹൃദയം മുറിക്കൂ. ഓ ജീസസ്, മുറിച്ചു മാറ്റൂ. ഓ അശുദ്ധിയുടെ ശരീരഭാഗങ്ങൾ, ആത്മീയ ഭാഗങ്ങൾ മുറിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, എൻ്റെ മദ്യപാനത്തിന്റെ ആ ഭാഗം മുറിച്ചു കളയൂ കർത്താവേ. അശുദ്ധിയുടെ തിന്മയുടെ ആന്തരിക മനുഷ്യനെ കഴുകി വെടിപ്പാക്കൂ. മുറിവിലേക്ക് ആത്മാവിനെ ഒഴുകൂ. ഈശോ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കൂ. ശാരീരികമായ രോഗമുള്ളവരെ കാണും, തലവേദനയുള്ളവർ, കൊടിഞ്ഞുള്ളവർ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഓ നാഥ, അവരെയൊക്കെ ഇപ്പോൾ സുഖപ്പെടുത്തൂ. ഹല്ലേലൂയ. ഏതെങ്കിലും ശാരീരിക ഭാഗത്ത് രോഗമുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കൂ മക്കളെ. ഈ ഓപ്പറേഷനിലൂടെ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. ഒരു വ്യക്തികളെ രൂപാന്തരപ്പെടുത്തും. ഓ തലവേദനയെങ്കിൽ തലയിൽ കൈവെക്കൂ. നിന്റെ അടുത്തുള്ള വ്യക്തിയുടെ തലയോ തോളിലോ കൈവച്ചും പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായി പ്രാർത്ഥിക്കുമൊക്കെ ഭയപ്പെടേണ്ട. കരങ്ങൾ വച്ചു പ്രാർത്ഥിക്കാൻ കർത്താവാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞത് രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം കിട്ടുമെന്ന്. മക്കളെ വിശ്വസിക്കൂ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ദൈവമേ, ഈ നിമിഷം കർത്താവിന്റെ ശരീരഭാഗങ്ങളിലേക്ക് അങ്ങനെ രക്തമൊഴുകട്ടെ, ശക്തി ഒഴുകട്ടെ, സുഖപ്പെടുത്തു കർത്താവേ. ഈ നിമിഷം അതെ, കണ്ണുകൾക്ക് വേദന കാണുന്നത് കണ്ണാൻ പ്രയാസമാണ്, ഇരുളിക്കുന്ന കണ്ണ്. അതെ, ഡോക്ടർമാർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്താ കണ്ണിന് കുഴപ്പമെന്ന്. മധുരയ്ക്ക് പോകുന്നു, നാട്ടിൽ പോകുന്നു, ആർക്കും പറ്റുന്നില്ല. കർത്താവേ, അങ്ങ് കണ്ണു തുറക്കൂ, അത്ഭുതം പ്രവർത്തിക്കും കർത്താവേ. ചെവിയുടെ കേൾവി കുറയുന്നവരുണ്ട്, എന്താണെന്നറിഞ്ഞുകൂടാ. ഈശോ ചെവിയിലേക്ക് അങ്ങൂരണമേ. ഓ നാഥ, ഇപ്പോൾ സുഖപ്പെടുത്തു, കേൾക്കാനുള്ള കൃപ കൊടുക്കൂ കർത്താവേ. വേറെ നാളുകൾ തലവേദന ഉറങ്ങുന്നില്ല, കുടുങ്ങിയാണ്. എൻ്റെ കർത്താവെ, മുറിവെച്ച കൈകൾ അവിടെ ശിരസിലേക്ക് വെച്ചു. ആ മുറിവിലൂടെ ശക്തി ഒഴുകട്ടെ. ഓ നാഥ, ഓ വേദന നീങ്ങിപ്പോട്ടെ. മറിയാമ്മേ, ക്ലാരമ്മേ, നിന്റെ രോഗമെല്ലാം മാറി. കുട്ടപ്പ, നിനക്ക് ഇനി തലവേദന ഇല്ല. ചാക്കോച്ച, നീ സുഖമായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതെ, കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കുക. ആനിയമ്മ പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന കർത്താവ് പറയുന്നത്. സെബാസ്റ്റ്യൻ, അത് ദേവസ്യ എന്നാണ് നിന്നെ വിളിക്കുന്നത്. ദേവസ്യാച്ച, നിന്റെ തൊണ്ടയിലെ വേദനയും നടുവിൻ്റെ വേദനയും മാറിയിരിക്കുന്നു കർത്താവ്. ഈ നിമിഷം 9 പേർക്ക് നടുവിൻ്റെ വേദന, തണ്ടൽ വേദന സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഓ നാഥ, അസ്ഥി കഴപ്പ്, അസ്ഥി വേദനയുള്ള പലരെയും കാണുന്ന കർത്താവേ, മുട്ടുകുത്താൻ പാടില്ല. മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മുട്ട വേദനയാണ്. ആ മുട്ടിലേക്ക് ശക്തി ഒഴുകട്ടെ. മുട്ടുകൾ, ഓ അങ്ങയുടെ പൊട്ടിയ ആ മുട്ടിൽ നിന്നൊഴുകും ചോര ഒഴുക്കി സുഖപ്പെടുത്തു. ജീസസ്, ഈ നിമിഷം സുഖപ്പെടുത്തു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ, തോളിന് വേദനയായിട്ട് കർത്താവ്, കാലിന്റെ നടക്കാൻ ബുദ്ധിമുട്ട് വേദനയാണ്, ഉപ്പൂറ്റിക്ക് വേദന, അങ്ങ് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒത്തിരി പേർക്കൊണ്ട് നടുവിന് വേദന കർത്താവേ, സുഖപ്പെടുത്തു. ഈ നിമിഷം സുഖപ്പെടുത്തു കർത്താവേ. ഓ ഹല്ലേലൂയ. കുട്ടപ്പ, നീ സുഖമായിരിക്കുന്നു. കറിയാച്ച, നീ സുഖമായിരിക്കുന്നു. സക്കറിയ, ശക്തി ഒഴുകുന്നു, കൃപ ഒഴുകുന്നു. കർത്താവിനകത്തും വരട്ടെ. സ്തോത്രം അർപ്പിക്കട്ടെ. സ്തോത്രം. മരിയ, നിന്നെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവിന് സൗഖ്യത്തിലേക്ക് ഒഴുകാണ്. ത്രശ്യാമെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്, അനുഗ്രഹം വർഷിക്കുകയാണ്. നിന്റെ നടുവിന്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് സുഖമായിരിക്കുന്നു. എൽസമ്മ, നീ സുഖമായിരിക്കും. നിന്റെ നടുവിന് വേദന എന്നുമായിട്ട് കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന് നന്ദി, സ്തോത്രം. എൽസി, നീ സുഖമായിരിക്കുന്നു. ജോയി, നിന്നെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ബേബി, നിന്റെ വേദനയെല്ലാം, തൊണ്ടവേദന, നടുവിൻ്റെ വേദന എല്ലാം കർത്താവ് മാറ്റി. കർത്താവ്, വാദസംബന്ധമായ രോഗമുള്ള ഏറെ പേരെ കാണുന്ന കർത്താവ്. അതാ 57 പേര് വാദരോഗത്താൽ വലയുന്നു. കൈകാലുകളുടെ അസ്ഥികൾക്ക് വേദന, നടുവിൻ്റെ വേദന, നരമ്പിന് വേദന എല്ലാം ഉണ്ട്. ഈശോയെ, ആ വേദനകളിലേക്ക് കടന്നു വരൂ. ഈശോ, ജീസസ്. ജോസഫ്, നീ സുഖമായിരിക്കുന്നു. ജോസെ, നടക്കൂ എന്ന് കർത്താവ് പറയുന്നു. നിന്റെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റി. നിന്റെ നരമ്പുകളെയും കർത്താവ് ബലപ്പെടുത്തും. ഔഷധപ്പച്ച, നീ സുഖമാക്കുകയാണ്. നീ സുഖമായി. അത് നിനക്ക് ഇനി തൊണ്ടയ്ക്ക് വേദനയില്ല. നിന്റെ ആസ്മാ രോഗം കൂടി കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഓ നാഥ, സിബി, കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിക്കുന്നു. 4 പേർ സിബി എന്ന പേരുണ്ട്. അത് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു. കർത്താവ് അവരെ കഴുകുകയാണ്. ആത്മാവിന് ശക്തി ഒഴുക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാം, അബ്രാച്ച, കർത്താവിനെ സുഖപ്പെടുത്തുകയാണ്. ഓ ബെന്നി, കർത്താവിന് ശക്തി നിന്നെ ഒഴുകി നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുന്നു. യേശുവിൻ നന്ദി. കാർമൽ, കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നുണ്ട്. തെർശ്യാമ എന്ന പേരുള്ള, തെരേസ എന്ന പേരുള്ള പലരെയും കാണുന്നു. കൊച്ചു തെർശ്യായും കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവെ മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം മക്കളെ പൂർണ്ണമായി സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ് കർത്താവേ. ആരാധന അർപ്പിക്കുന്നു കർത്താവേ. ആരാധന ആരാധന. ഓ റീന, നീ സുഖമാകുന്നു. റാണി, കർത്താവ് നിന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കർത്താൻ സ്തോത്രം പറയും മക്കളെ. അമ്മണി, കർത്താവ് നിന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുകയാണ്. നിന്റെ വേദനകളെല്ലാം മാറി, നിന്റെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നു. യേശുവിന് നന്ദി പറയട്ടെ, സ്തോത്രം അർപ്പിക്കട്ടെ. ഈ നിമിഷം തോമസ് എന്നു പേരുള്ള 7 പേരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ശാരീരികമായ രോഗശാന്തി കൊടുക്കുന്നു, ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ഓ നാഥ, തോമയെ ഓർത്ത് നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതെ, 9 പേര് ദേവസ്യാന്നോ അതെ സെബാസ്റ്റ്യനൊക്കെ പേരുള്ളവരാണ്. ഈ പച്ച കർത്താവിനെ സുഖപ്പെടുത്തും, പാപ്പച്ച കർത്താവിനെ സുഖപ്പെടുത്തി എന്നേക്കും നടക്കും അവനോട് പറയുന്നത്. അവന് അതെ കാലിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഒക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഫിലോമിന, കർത്താവിന് വലിയ ശക്തി നിന്നെ നിറയ്ക്കുന്നു, നിന്നെ സുഖപ്പെടുത്തുന്നു. ജീസസ് അങ്ങനെ വലിയ ശക്തി ഓർത്ത് കർത്താവ് സ്തോത്രം. എല്ലാ വാദരോഗങ്ങളും ദൂരെ മാറിപ്പോകട്ടെ, ശരീരത്തിലെ വേദനകൾ ദൂരെ മാറിപ്പോട്ടെ. ജീസസ്, യേശുവേ യേശുവേ, ശക്തി കൊടുക്കട്ടെ, ശക്തി കൊടുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എഴുന്നേറ്റ് നടക്കാൻ ശക്തി കൊടുക്കൂ കർത്താവേ. മുട്ടിലെ വേദന മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കൂ. ഒരത്തിന്റെ വേദന, ഷോൾഡർ പെയിൻ മാറ്റൂ. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കൂ. ജീസസ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എൻ്റെ, യേശുവേ എൻ്റെ, യേശുവേ എൻ്റെ, യേശുവേ യേശുവേ എൻ്റെ, യേശുവേ എൻ്റെ, യേശുവേ എൻ്റെ, യേശുവേ. കരങ്ങൾ രണ്ടും തലയിൽ വെച്ച് പ്രാർത്ഥിക്കൂ. യേശുവെ വിളിച്ചു പ്രാർത്ഥിക്കൂ. എൻ്റെ യേശുവേ എൻ്റെ, യേശുവേ എൻ്റെ, യേശുവേ യേശുവേ യേശുവെ. അങ്ങനെ നാമം വിളിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി വൈദികരാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിടുതലും കൊടുക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും ദൂരെ മാറിപ്പോട്ടെ. ഓ മനസ്സിന്റെ അസ്വസ്ഥതകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, മ്ലാനതകൾ, സകലങ്ങൾ ദൂരെ മാറിപ്പോകട്ടെ. ശരീരത്തിലെ രോഗങ്ങൾ തീർത്തും ദൂരെ മാറിപ്പോകട്ടെ. ഈ നിമിഷം സൗഖ്യം കൊടുക്കൂ. ഓ നാഥ, സൗഖ്യം കൊടുക്കൂ. സൗഖ്യം കൊടുക്കുന്നു. നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടിൽ നന്ദി. യേശുവേ യേശുവേ, അങ്ങ് തിരുനാമത്താൽ ഈ നിമിഷം സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ വൈദികർക്ക് കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും അനുഗ്രഹിക്കുവാനും സുഖപ്പെടുത്തുവാനും വിശുദ്ധീകരിക്കാൻ തന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് സ്വർഗത്തുള്ള വൈദികരോടും ചേർന്നുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും അധികാരത്തോടെ മക്കളെ നിങ്ങളെ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നു, സുഖപ്പെടുത്തുന്നു, വിടുതൽ തന്ന് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരങ്ങൾ അടിച്ചു കെട്ടാനും ശ്രദ്ധിക്കും മക്കളെ. വിശ്വസിക്കൂ, കർത്താവിനെ സുഖപ്പെടുത്തിയതും നീ ഒരു പുതിയ വ്യക്തിയാകുന്നു. ആ കൈയടിക്കുന്ന കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പലരോടും കർത്താവ് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സമയമില്ല, പിന്നെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അടുത്ത ശനിയാഴ്ച കർത്താവിനോട് പറയൂ, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ സൗഖ്യം, എൻ്റെ പുതുജീവിതമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി നമുക്ക് തുടർന്ന് അഭിഷേക പ്രാർത്ഥനകളും മറ്റും ഉള്ളത്. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. അതിനു മുമ്പായിട്ട് ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകം നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജഫിൻ വിവാഹം നടക്കാനും കുടുംബ സമാധാനത്തിനും, ആഷ വീട് പണിയുടെ തടസ്സം മാറാൻ, ലാലി ഗോർ ബ്രിജിത്ത് കുടുംബത്തിൻ്റെ മാനസാന്തരം, ട്രീസ ദൈവാനുഗ്രഹത്തിന്, അതോടൊപ്പം നമുക്കായി ഇന്ന് നേർച്ച കഞ്ഞി സ്പോൺസർ ചെയ്ത ജോൺസൺ ജോസഫ് സകല മരിച്ചവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൂടെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ്, പരീക്ഷകളിലൂടെ കടന്നുപോകുന്ന ദിവസങ്ങളാണ്. നമ്മുടെ മക്കളെല്ലാവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണീശോ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവ് ഈ ദിവസക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തിയതിന് നന്ദി പറയാം. കന്യാക്കളച്ചനിലൂടെ നമുക്ക് നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയാം. ഈ നിമിഷങ്ങളിലൊക്കെ കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന, വിടുതൽ നൽകുന്ന സാന്നിധ്യവും സ്നേഹവും സൗഖ്യവും നമ്മളിലേക്ക് കർത്താവ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയാം. അച്ഛൻ്റെ മുന്നോട്ടുള്ള എല്ലാ ശുശ്രൂഷകളിലും കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം.
കരങ്ങൾ രണ്ടും ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. കർത്താവേ, ഇവരുടെ ആഗ്രഹങ്ങളിലേക്ക് നിന്റെ കരുണ വർഷിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും കർത്താവ് നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ. ഇവിടെ പഠന മേഖലകളെ അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. അനുസരിക്കാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ ജീവിതത്തിന്റെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.